നോർമൽ അല്ല, ഹാർഡ്, സീഡ്, ക്രിയേറ്റ് ന്യൂ വേൾഡ്. അങ്ങനെ ഒരു പുതിയ വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കുറേ ദിവസമായി ഒരു പുതിയ വേൾഡ് കളിച്ചിട്ട്. ഓക്കെ, ഒരു മരം വെട്ടാം. അപ്പോൾ ഇതൊരു അടിപൊളി ഫുള്ള് ബിൽഡുകൾ വെച്ച് നിറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ലെറ്റ്സ് പ്ലേ ആയിരിക്കും. ഞാനിതിൽ മാക്സിമം അധികമാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. എന്താണെങ്കിലും നടക്കുമെന്നറിയില്ല. അധികാരം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ പിക്കാക്സ് ഉണ്ടാക്കട്ടെ. ഇപ്പോൾ അതൊക്കെ ഭാവിയിലുള്ള കാര്യം. എന്തായാലും ഒരു 2-3 വർഷമെങ്കിലും ഞാൻ ഈ ലെറ്റ്സ് പ്ലേ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഞാനിത് ഈ പിക്കാക്സ് ഞാൻ എടുത്തു വയ്ക്കാൻ പോവാണ്. ഞാൻ ഫ്യൂച്ചറിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയ വുഡൻ പിക്കാക്സ് അതിൽ എടുത്ത് വെക്കാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിക്കാക്സ് പൊട്ടാണ്ട് നോക്കേണ്ടത് എൻ്റെ കടമയാണ്. പിന്നെ നിങ്ങൾ പറയുന്ന ബിൽഡുകൾ ഞാൻ ചെയ്യും. ട്യൂട്ടോറിയൽ നോക്കിയിട്ടുള്ള ഒരു ബിൽഡിങ് ഞാനിതിൽ ചെയ്യില്ല. എല്ലാം എൻ്റെതായ രീതിയിൽ ഞാൻ തന്നെ എനിക്ക് അറിയണ പോലെ ആയിരിക്കും ഞാൻ ബിൽഡ് ചെയ്യുക. ഒരു വുഡൻ പിക്കാക്സിൻ്റെ മാക്സിമം മൈൻ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് 59 അപ്പോൾ 58 വരെ മൈൻ ചെയ്തിട്ട് നമുക്കത് എടുത്ത് വയ്ക്കാം. അവിടെ നിൽക്കും. നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കി അത് നേരെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. 59 ആയിരുന്നില്ല, 54. 55-ാമത്തെ ബ്ലോക്ക് മൈൻ ചെയ്തേക്ക് സാധനം പൊട്ടി. ഇത്തിരിയെങ്കിലും ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ. ഇനി അടുത്ത ലെറ്റ്സ് പ്ലേയിൽ നമുക്കത് എടുത്ത് വയ്ക്കാൻ കഴിയും. ഈ ലെറ്റ്സ് പ്ലേയിൽ എന്തായാലും നടക്കില്ല. അപ്പം ഞാൻ ക്രിയേറ്റീവ് വേൾഡിൽ ഇതേ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കി. ബേസ് ഉണ്ടാക്കുക സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. അങ്ങോട്ടൊന്ന് പോകണം. അതിന് മുമ്പ് ഞാൻ ടൂൾസ് ഉണ്ടാക്കട്ടെ. ഇതിൻ്റെ അടുത്ത് എവിടെയോ ആയിരുന്നു ഷുഗർ കെയിൻ എടുത്തോളൂ. ഈ മലയുടെ അടുത്ത് എവിടെയോ ആയിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇത് മലയുടെ മുകളിൽ പംകിനൊക്കെ ഉണ്ട്. അവിടെ ഒരു വില്ലേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ബെഡ് താടാ, അല്ല ബെഡല്ലേ, വോള് താടാ. നൈറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണില്ല. എനിക്ക് 6 മണി കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത അസുഖമുണ്ട് ഗൈസ്. അവനെയും തീർത്തു. അപ്പം നമുക്കിനി പെട്ടെന്ന് ബെഡ് ഉണ്ടാക്കാം. നൈറ്റായി എനിക്ക് കണ്ണ് കാണില്ല, ടോർച്ചും കൂടി വേണം. ഇവിടെ നിന്ന് ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ രാത്രിയാവും. അവിടെ ഒരു മലയുടെ സൈഡിൽ ഞാൻ കോള് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് പോയി എടുക്കട്ടെ. അത്രയും നേരം ഞാൻ കിടന്നുറങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ടാണ് നൈറ്റായി വിചാരിച്ച് കിടക്കാൻ നോക്കുന്നത്. കുറച്ച് കോളെടുത്തു. ഞാൻ ഫർണസ് വെച്ച് ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്യട്ടെ. ഒരു കേവ്. അപ്പോൾ അത്ര ദിവസം വീഡിയോ ഇടാതിരുന്നത് നിങ്ങൾക്കൊക്കെ എക്സാം ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് എക്സാമില്ല ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സാമില്ല കേസ്, ഒരു പണിയില്ല. വീട്ടിലൊക്കെ പറയണത് നീ ഒന്നുമില്ല ഇരുന്ന് നന്നായി പഠിക്കുക, അല്ലെങ്കിൽ എണീറ്റ് വല്ല പണിക്ക് പോകും, ഉള്ള ചോറ് മുഴുവൻ തിന്ന് തീർക്കുക എന്നല്ലാണ്ട് നിന്നെക്കൊണ്ട് എന്താ ഉപകാരം എന്നൊക്കെയാണ് വീട്ടിൽ പറയുന്നത് കേസ്. നമ്മളെന്നാലും അതൊക്കെ സഹിച്ചിരുന്ന് മൈൻക്രാഫ്റ്റ് കളിക്കും കേസ്. അതാണ്.
അപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത് ഇത്തിരി കുറവായിരിക്കും, കാര്യം എനിക്ക് ചോറിന സമയമായി. ഇപ്പോൾ എനിക്ക് ചോറിനണം, അതാണ് മെയിൻ. എനിക്ക് ചോറിന സമയം കാണുമ്പോൾ ഞാൻ ചോറിനാൻ പോകണ്ട. ഇത്രയുള്ള കേവ് പിന്നെ നേരത്തെ പറഞ്ഞാൽ പോരെ. ഞാനിതിൽ പിന്നെ മറ്റേ നൈറ്റ് വിഷൻ്റെ മോഡ് ഞാൻ യൂസ് ചെയ്യില്ല. ഈ ലെറ്റ്സ് പ്ലേയിൽ ഞാൻ തീരുമാനം എടുത്ത് നൈറ്റ് വിഷൻ യൂസ് ചെയ്യില്ലാന്ന്. ഞാൻ നൈറ്റ് വിഷൻ ഇതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ലെറ്റ്സ് പ്ലേയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഓണാക്കിയതേ ഉള്ളൂ, അത് ഞാൻ ഓഫാക്കി. ഇനി യൂസ് ചെയ്യില്ല, അത് ലാസ്റ്റ് ആയിരുന്നു. കുറച്ച് ടോർച്ച് ഉണ്ടാക്കി ഓഫ് ഹാൻഡ് പിടിച്ച ഡൈനാമിക് ലൈറ്റ്സ് ഉണ്ട്, അത് മതി, അതിനപ്പുറത്തേക്ക് വേണ്ട. അപ്പോൾ ഞാൻ കുറേ നിന്ന് കറങ്ങി നോക്കി. ഞാൻ ക്രിയേറ്റീവ് വേൾഡിൽ പോയി കണ്ടുപിടിച്ച ഒരു മലയുടെ മുകളിലായിരുന്നു ബേസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മല കാണുന്നില്ല. പത്രത്തിൽ കേസ് കൊടുക്കണം കൈസ്, ആ മല കാണാനില്ല. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കാം, ബെഡൊക്കെ വെച്ച് ഫർണസൊക്കെ വയ്ക്കാം. ഞാൻ ഒന്നുകൂടി ആ ക്രിയേറ്റീവ് വേൾഡിലേക്ക് തന്നെ തിരിച്ച് പോയിട്ട് കോർഡിനേറ്റ്സ് ഒന്ന് എഴുതിയെടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് അവിടെ പോയി ബേസ് എടുക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ വീടുണ്ടാക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ, ഇത്രയല്ല ഇനിയുണ്ട്. ഇതാണ് ആർമർ ഉണ്ടാക്കലാണ് മെയിൻ പണി. ഞാൻ കോപ്പർ കുറച്ച് കളക്ട് ചെയ്തു, കോള് കണക്ട് ചെയ്യുന്നതിൻ്റെ കോപ്പർ. ബക്കറ്റ് ഉണ്ടാക്കുക, ആർമർ നമുക്കിപ്പോൾ കോപ്പർ വയ്ക്കാം. അയ്യേ, ഇതെന്തറ മണ്ണ് മനുഷ്യനാ. എൻ്റെ സ്കിന്നിന് അയൺ ആർമർ ചേരില്ല. അയൺ ആർമറാണ്, ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ പാൻറ്റെങ്കിൽ പാൻറ്റ്. ചെരുപ്പും മണ്ണ്, ഡ്രസ്സ് മണ്ണ്, പാൻറ്റ് മാത്രം വെള്ളം. എന്താ ഇത്? ഇത് ഒട്ടും നന്നായിട്ടില്ല. സ്കിന്നിൻ്റെ കൂടെ ഇത് ചേരില്ല. ഞാൻ അയണ് മെയിൻ ചെയ്യാൻ വരികയാണ്. ഞാൻ അവിടെ കുറേ കറങ്ങി നോക്കി, ഒരു കേവും കാണില്ല. അതുകൊണ്ട് ഞാൻ മൈൻ ചെയ്ത് അയണ് കളക്ട് ചെയ്യുക എന്ന് തീരുമാനിക്കുകയാണ്. ഹൈ ലെവൽ 15 മറ്റോ ആണ് അയണ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ള സ്ഥലം. അതുതന്നെ 15-ലെത്തി. ഇവിടെ ഞാൻ കുറേ അയണ് കളക്ട് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ അയൺ ആർമറും എൻ്റെ ബേസും സെറ്റാക്കാം. കുറേ കോബിൾ സ്റ്റോണും കിട്ടുമല്ലോ ഇങ്ങനെ മെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് ഒരു ബേസ് റെഡിയാക്കാം. അയണുണ്ട് ഇവിടെ. ഇവിടെ 3 അയണുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കാൻ ഉള്ളതും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചോറിന സമയമായി. അപ്പോൾ എല്ലാവരും ഗെയ്സ് പോയിട്ട് അടുത്ത എപ്പിസോഡ് പോവാം. എല്ലാവരും പോയി ചോറൊക്കെ ഉണ്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചോ, എല്ലാവരും പോയിട്ട്. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ ബേസ് സെറ്റാക്കാം. എല്ലാവരും പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ. ടാറ്റാ, ബൈ ബൈ.